കുട്ടിയപ്പനെ പോ, അപ്പൊ കാണാം. ചെറുത് ഞാനപ്പം മുറി കാണും കേട്ടോ. അപ്പച്ചാ കുഞ്ഞച്ഛൻ അങ്ങനെയാ, അവന് ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല, കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ, ഏതായാലും ഞങ്ങളൊന്ന് അല്ല, ആലോചിച്ച് ഒരക്കി പിരിയാനോ? നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കെട്ടവനെ. അല്ല, അങ്ങനെ പിണങ്ങി പോവാണോ? ഏലിയമ്മേ, അവൻ വാടകക്കാരൻ, പോക്രി. നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവല്ല. വാടാ, വാ. അന്ന് പോയിട്ട് വരട്ടെ ഫാദറിനോ മദറിനോ? എങ്ങനെയുണ്ട്? കാലക്കി, ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസി കുഞ്ഞിഞ്ഞ് വാങ്ങിച്ചു നന്നാച്ചാ മതി. അല്ല, അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? ഈ ചുരുത്തം കെട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാട്ടിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ, അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല, നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ച ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാരെ എന്തുമാത്രം ആറ്റുകാട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വെലിക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടാ എന്റെ കുഞ്ഞച്ച? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കുവോ? ഓ, നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാണെന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഇവൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റും ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞെന്നോ? അയ്യോ,